ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ. ഇന്ന് നമ്മൾ ചക്കപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1 കപ്പ് ശർക്കരയാണ് കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഇതൊന്ന് തിളച്ചു. നമ്മളിട്ട് കൊടുത്ത ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള ചക്കപ്പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് വരിക്ക ചക്കയുടെ പഴം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ചുളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ചക്കപ്പഴം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്ത ചക്കപ്പഴം നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ശർക്കരക്കകത്തിൽ മണ്ണോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ശർക്കരക്കകത്തിൽ അഴുക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഇതുപോലെ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെയിറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 2 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. നമ്മളീ പലഹാരം തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കരയും വെള്ളവും ഒക്കെ അളന്നെടുത്ത കപ്പുണ്ടല്ലോ, 240 ml കപ്പ്, ആ കപ്പിലാണ് ഗോതമ്പ് പൊടി അളന്നെടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ. സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ചക്ക വേവിച്ചെടുത്തു. 2 വിസിലടുപ്പിച്ച് ചക്ക വേവിച്ചെടുത്തു. ഇപ്പം കുക്കറിലെ പ്രഷർ എല്ലാം പോയി. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ ഈ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ലതായിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. നമ്മൾ വേവിച്ചെടുത്ത ചക്ക നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും പിന്നെ 4 ഏലക്ക തൊലി കളഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടെ നമ്മൾ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നോക്കിക്കേ, നല്ലതായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തു. ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലോട്ട് ചേർക്കാം. ഇത് ഗോതമ്പ് പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ മാവ് കുറച്ചുകൂടി ഒന്ന് ലൂസാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലോട്ട് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോരുത് കേട്ടോ. നമ്മൾ ഈ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കുമല്ലോ, അതേ കൺസിസ്റ്റൻസി വേണം ഈ മാവ് ഇരിക്കാൻ കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസാവുകയും ചെയ്യരുത്, ഒത്തിരി അങ്ങ് തിക്കായിട്ട് ഇരിക്കരുത്. അപ്പോൾ നമ്മളിത് നല്ലതായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, ഇതേ രീതിയിൽ നല്ലതായിട്ട് നമ്മളൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡിയായി. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം വേവിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ 2 ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വാഴയിലാണ് വെച്ച് കൊടുക്കുന്നത്. വാഴയില ഞാനൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇലയിലോട്ട് നമ്മൾ കോരി ഒഴിച്ചുണ്ടാക്കുമ്പോൾ ആ ഇലയുടെ ടേസ്റ്റും കൂടെ നമുക്ക് ആ പലഹാരത്തിന് കിട്ടും. ഇല വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഡ്ഡലി തട്ട് നല്ലതായിട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് പുരട്ടിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഓരോ തവി മാവ് ഈ ഇലയിലോട്ട് ഒഴിക്കാം. 2 തട്ടിലും നമുക്ക് ഇതേ രീതിയിൽ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. 2 തട്ടിലും നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇടാൻ വേണ്ടി ഞാനുണ്ടല്ലോ കുറച്ച് എള്ളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. സ്റ്റവ് കത്തിച്ച് നമ്മളൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തു. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങി. ഇതിലോട്ട് നമുക്ക് ഇഡ്ഡലി തട്ട് വെക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. എന്താ നോക്കി, നമ്മുടെ പലഹാരമൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാണുമ്പോൾ തന്നെ കൊതി വരും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ചക്കപ്പഴമൊക്കെ വെച്ചുണ്ടാക്കിയതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. ഇതാ നോക്കിക്കേ, കാണുമ്പോൾ തന്നെ വായ വെള്ളം ഊറും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.